നമസ്കാരം. ദാരുൽ സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LP UP അതുപോലെ LDC 2024 എക്സാമിന് വേണ്ടി ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ തീരപ്രദേശം അതുപോലെ നദികൾ തുടങ്ങിയ കണ്ടൻറ്റിലേക്കുള്ള നോട്ട്സാണ് നമുക്കിവിടെ നോക്കുന്നത്. SCERT പ്ലസ് ടെക്സ്റ്റ് വൈസ് ഉള്ള നോട്ട്സാണ് തയ്യാറാക്കിയേക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കി പോകുന്നതിനേക്കാളും ടെക്സ്റ്റിൽ വരുന്നതുകൂടെ നമുക്കൊന്ന് നോട്ട്സ് കൂടി കുറച്ച് പഠിച്ചു പോകാം. വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശം ഏതാണ്? കിഴക്കൻ തീരപ്രദേശം. തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം കോറമാണ്ടൽ തീരം. ഈ കോറമാണ്ടൽ തീരമൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് കോറമാണ്ടൽ തീരം. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണിത് കോറമാണ്ടൽ തീരം എന്ന് പറഞ്ഞാൽ. എന്നാൽ ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശം ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശമാണ് വടക്കൻ സിർക്കാസിസ് എന്ന് പറയും. വടക്കൻ സിർക്കാസിസ് എന്ന് പറയും. വടക്കൻ സിർക്കാസിസ്. ആന്ധ്രാപ്രദേശുണ്ട്, ഒഡീഷയുണ്ട്, പശ്ചിമ ബംഗാളിൻ്റെ എല്ലാം കൂടെ തീരപ്രദേശം വരുന്ന ഭാഗമാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശ സമതലം. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം, അതായത് ആന്ധ്രാപ്രദേശുണ്ട്, ഒഡീഷയുണ്ട്, പശ്ചിമ ബംഗാൾ തീരപ്രദേശം വരുന്നതാണ്. അതാണ് വടക്കൻ സിർക്കാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോറമാണ്ടൽ തീരം എന്താണ്? ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ്. ഏതിൻ്റെ ഭാഗം വരുന്നു? തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരവും ഭാഗമായിട്ടുള്ളതാണ് കോറമാണ്ടൽ തീരം. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. കോറമാണ്ടൽ തീരം. നെക്സ്റ്റ്, ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഒഡീഷയുടെ തീരപ്രദേശം എന്താണത്? ഉത്കൽ സമതലം. ഒഡീഷയുടെ തീരപ്രദേശം അതാണ് ഉത്കൽ സമതലം. ഇത് ഓപ്ഷൻസിൽ കാണാറുണ്ട്. ഉത്കൽ സമതലമൊക്കെ എന്താണെന്ന് ഓപ്ഷൻസിൽ വരാറുണ്ട്. നമുക്ക് നെക്സ്റ്റ് വേണ്ട ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് എന്താണ്? ഉത്കൽ പ്രദേശം എന്നാണ്. ഇനി അതുപോലെ മഹാനദിയും ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികൾ രൂപം കൊടുക്കുന്ന ഡെൽറ്റകൾ കാണുന്ന എവിടെ നിന്നറിയോ? മഹാനദിയും ഗോദാവരി അതുപോലെ കൃഷ്ണയും കാവേരിയൊക്കെ ഉള്ള ആ നദികളൊക്കെ രൂപം കൊടുക്കുന്ന ഡെൽറ്റകളുണ്ട്. അത് കാണുന്ന തീരപ്രദേശം ഏതാണ്? കിഴക്കൻ തീരപ്രദേശമാണ്. നദികൾ രൂപം കൊടുക്കുന്ന ഡെൽറ്റകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? കിഴക്കൻ തീരപ്രദേശമാണ്. ഇനി പൂർവ്വതീര സമതലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? പൂർവ്വതീര സമതലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ചിൽക്കയാണ്. നെക്സ്റ്റ്, ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലവണത്വമുള്ള ചതുപ്പ് പ്രദേശം ഏതാണ്? റാൻ ഓഫ് കച്ചാണ്. ഇനി നമുക്ക് നോക്കിയാൽ എന്താ പറയുക, പശ്ചിമതീരം. എന്താണ് പശ്ചിമതീരം എന്ന് പറഞ്ഞാൽ? ഈ ഗുജറാത്തിൻ്റെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്തിൻ്റെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് എന്ത്? പശ്ചിമ തീരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയും. കിഴക്കൻ കഴിഞ്ഞല്ലോ, അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം അല്ലെങ്കിൽ പശ്ചിമ തീരം എന്താണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അതുപോലെ അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് എന്ത്? പശ്ചിമ തീരം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയും. എന്നാൽ പശ്ചിമ തീരത്തിൻ്റെ ഭാഗമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെ വരും? പശ്ചിമ തീരത്തിൻ്റെ ഭാഗമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, അതുപോലെ കർണാടക, കേരളം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ഇത്രയുമാണ് എന്ത്? പശ്ചിമ തീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ വരുന്നത്. ഓക്കെ. അപ്പോൾ ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലവണത്വമുള്ള ചതുപ്പ് പ്രദേശം ഏതായിരുന്നു? റാൻ ഓഫ് കച്ച്. ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലവണത്വമുള്ള ചതുപ്പ് പ്രദേശം ഏതായിരുന്നു? റാൻ ഓഫ് കച്ച്. ഓക്കെ അല്ലേ? റാൻ ഓഫ് കച്ച് കേട്ടോ. റാൻ ഓഫ് കച്ച്. ഇനി വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതൽ അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശം. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതൽ അനുഭവപ്പെടുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? കിഴക്കൻ തീരസമതലം. അപ്പോൾ തീരസമതലം ഏകദേശം അത്രയും കഴിഞ്ഞു.
ഏതൊക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശം ഏതാണ്? കിഴക്കൻ തീരപ്രദേശം. തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശം തമ്മിലുള്ള അതിൻ്റെ ഭാഗം വരുന്നത് ഏതാണ്? കോറമാണ്ടൽ. കോറമാണ്ടൽ വളരെ ഇമ്പോർട്ടൻറ്റ് നോക്കി വെക്കുക. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്ന എന്താണ്? ഉൾക്കൽ പ്രദേശം എന്ന് പറയും. പൂർവ്വതീര സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ചിൽക്കയാണ്. ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലവണത്തമിഴ് ചതുപ്പ് പ്രദേശം എന്താണ്? റാൻ ഓഫ് കച്ച് അല്ലേ. എന്തോട് പറഞ്ഞിരുന്നു? പശ്ചിമ തീരത്തിൻ്റെ ഭാഗമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം ഒക്കെ അല്ലേ. ഇനി എന്താണ്? പടിഞ്ഞാറൻ തീരസമതലം എന്താണ്? എന്തായിരിക്കും? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് ഇത് പടിഞ്ഞാറൻ തീരസമതലം. എന്നാൽ കിഴക്കൻ തീരസമതലം എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം അനുഭവപ്പെടുന്ന ഭൂപ്രദേശമാണെന്ന് കിഴക്കൻ തീരസമതലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആണെങ്കിൽ എന്ത് വരുന്നുണ്ട്? പടിഞ്ഞാറൻ തീരസമതലം. വടക്ക് കിഴക്ക് കിഴക്കൻ തീരസമതലമാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വടക്കൻ തീരസമതലമാണ്. 2 പോയിൻറ്റും കിട്ടിയെന്ന് ഓർക്കുന്നു. നെക്സ്റ്റ് ദ്വീപുകളെക്കുറിച്ചാണ് വരുന്നത്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ്? ലക്ഷദ്വീപാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ്? ലക്ഷദ്വീപാണ്. ഇനി ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. അറബിക്കടലിൽ ലക്ഷദ്വീപാണ്. ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഓക്കെ അല്ലേ. എന്നാൽ ഇനി ഉഷ്ണമേഖലാ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഏതാണ്? ഉഷ്ണമേഖലാ പറുദീസ ആരാണത്? ലക്ഷദ്വീപാണ്. ഉഷ്ണമേഖലാ പറുദീസ ആരാണ്? ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് വേറൊന്നുണ്ട്? പവിഴപ്പുറ്റുകളുടെ നാട് അല്ലേ. പവിഴപ്പുറ്റുകൾക്ക് ഏറ്റവും പ്രസിദ്ധമായ സ്ഥലം എന്താണ്? ലക്ഷദ്വീപാണ്. പവിഴപ്പുറ്റുകൾ. ലക്ഷദ്വീപ് ഓർക്കുമ്പോൾ പവിഴപ്പുറ്റുകളും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏത് തന്നെയാണ്? ലക്ഷദ്വീപാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 36 അല്ലേ. 36 എണ്ണം ഉണ്ട്. ലക്ഷദ്വീപിൽ ദ്വീപുകളുടെ എണ്ണം 36 എണ്ണം ഉണ്ട് അല്ലേ. എന്നാൽ 10 എണ്ണത്തിൽ മാത്രമേ എന്തുള്ളൂ? അവിടെ ജനവാസമുള്ളൂ. ജനവാസം എവിടെ മാത്രമേ ഉള്ളൂ? 10 ദ്വീപിൽ മാത്രമേ ജനവാസമുള്ളൂ. ഇനി ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്താണ്. ആന്ത്രോത്ത് എന്ന് പറയും. ഇനി പ്രധാന ദ്വീപുകൾ കുറേ ഉണ്ട്. പേരുകൾ വേണമെങ്കിൽ ഒന്ന് പറയാം. ബംഗാരം, മിനിക്കോയി, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനി ദ്വീപി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ, കടമത്ത്. അങ്ങനെ കുറേ നല്ല നല്ല പേരുകളുണ്ട് അല്ലേ. ഇനി വരുന്നത് അതിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്താണ്. ഇനിയും ഏറ്റവും ചെറിയ ദ്വീപ് ഏത് തന്നെയാണ്? ചെറിയ ദ്വീപ് എന്ന് പറയുമ്പോൾ ഏതാണ്? ചെറിയ ദ്വീപ് ബിത്രയാണ്. ചെറിയ ദ്വീപ് ഏതാണ്? ബിത്രയാണ്. ചെറിയ ദ്വീപ് ഏതാണ്? ബിത്ര. തെളിയുന്നില്ല അല്ലേ. ചെറിയ ദ്വീപ് ബിത്രയാണ്. എന്നാൽ ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ്? ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തി. ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ്? കവരത്തി അല്ലേ. കവരത്തി നമുക്ക് സിനിമയൊക്കെ ഓർക്കുമ്പോൾ ഓർക്കാം. കവരത്തി. ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തി. ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ആരാണ്? ബിത്രയാണ്. ഇപ്പോൾ ചെറിയ ദ്വീപും ജനസംഖ്യ കുറഞ്ഞ ദ്വീപും ആരാണ്? ബിത്രയാണ് അല്ലേ. ജനസംഖ്യ കൂടിയ ദ്വീപ് എവിടെ വരുന്നത്? കവരത്തിയാണ്. ഓക്കെ അല്ലേ. ഇനി ലക്ഷദ്വീപിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? മിനിക്കോയ്. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം എന്താണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമൂഹം ഏതാണ്? ഏറ്റവും ചെറുത് പഠിച്ചു ലക്ഷദ്വീപിലെ അല്ലേ. ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാന്ന് പഠിച്ചു. ഇനി നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ അല്ലേ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്താണ്? ഏറ്റവും വലിയ അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ദക്ഷിണ ആൻഡമാനാണ് കേട്ടോ. ദക്ഷിണ ആൻഡമാനാണ് പോർട്ട് ബ്ലെയർ. ദക്ഷിണ ആൻഡമാൻ ആണ് പോർട്ട് ബ്ലെയർ. ഇനി ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകളെന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വിളിച്ചതാരാണ്?
ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകളെന്ന് ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ വിശേഷിപ്പിച്ച ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഷഹീദ് ആൻഡ് സ്വരാജ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിളിച്ചു ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ അല്ലേ. അപ്പോൾ അതിനകത്ത് തലസ്ഥാനം എന്താണ്? പോർട്ട് ബ്ലെയർ ആണ്. ഷഹീദ് ആൻഡ് സ്വരാജ് എന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഷഹീദും സ്വരാജും അല്ലേ സുഭാഷ് ചന്ദ്രബോസ് വിളിച്ചു. ഇനി ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിൽ ഏറ്റവും ചെറുത്, ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾക്ക് അറിയപ്പെടുന്ന ഏറ്റവും ചെറുത് ഏതാണ്? റോസ് ദ്വീപാണ്. റോസ് ദ്വീപ് അല്ലേ. റോസ് ദ്വീപാണ്. റോസ് ദ്വീപാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാൻ്റെ തലസ്ഥാനം എന്തായിരുന്നു? റോസ് ദ്വീപായിരുന്നു. ഓക്കെ. അതുപോലെ ആൻഡമാൻ നിക്കോബർ ദ്വീപസമൂഹമല്ലേ, അതിനകത്ത് ആൻഡമാൻ ദ്വീപുകളിൽ ഏറ്റവും ചെറുതാണ് റോസ് ദ്വീപ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് റോസ് ദ്വീപായിരുന്നു. നിക്കോബാർ ദ്വീപുകളിൽ ഏറ്റവും ചെറുത് എന്താണ്? പിൻമിലാവോ ദ്വീപ്. അതായത് ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് എന്താണ്? ഉൾക്കടലിലേക്ക് ഇരിക്കുന്ന ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണെന്ത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം എന്താണ്? പോർട്ട് ബ്ലെയർ ആണ്. ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വിളിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ അല്ലേ. ഇനി എന്താ പറഞ്ഞത്? ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് എന്താണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. അതുപോലെ 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആൻഡമാനിലെ ദ്വീപുകൾ ഏതൊക്കെയാണ്? സുഭാഷ് ചന്ദ്രബോസ് ദ്വീപാണ് കേട്ടോ. ഷഹീദ് ദ്വീപ് അവിടെ നരേന്ദ്രമോദിക്കൊരു പ്രാധാന്യം വരുന്നുണ്ട് അവിടെ. ഇനി ആൻഡമാൻ ദ്വീപുകൾ ഏറ്റവും ചെറുത് ഏതാണ്? റോസ് ദ്വീപാണ്. നിക്കോബാർ ദ്വീപുകൾ ചെറുത് ഏതാണ്? പിൻമിലാവോ ദ്വീപാണ്. ഇനി ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം, അത് വളരെ പോയിൻ്റാണ് അല്ലേ, നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? സജീവമായ അഗ്നിപർവ്വതം അറിയാം എല്ലാവർക്കും, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ബാരൻ. ഇതാണ് ബാരൻ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ. എന്നാൽ ഇനി ഇവിടെ നോക്കുക. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. ലക്ഷദ്വീപിനെയും അപ്പോൾ ലക്ഷദ്വീപ് കഴിഞ്ഞു, ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞില്ല. ഇനി നോക്കുക. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 8 ഡിഗ്രി ചാനലാണ് അല്ലേ. ഇത് ക്വസ്റ്റ്യനാണ് കേട്ടോ, നേരത്തെ വെച്ചിട്ടുള്ള 8 ഡിഗ്രി ചാനലാണ് എന്ത്? ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? 8 ഡിഗ്രി ചാനലാണ്. ഇനി നിക്കോബാർ ദ്വീപിൻ്റെ തെക്കേ അറ്റം എന്താണ്? ഇന്ദിരാ പോയിൻ്റാണ്. നിക്കോബാർ ദ്വീപിൻ്റെ തെക്കേ അറ്റം എന്താണ്? ഇന്ദിരാ പോയിൻ്റാണ്. ആൻഡമാൻ നിക്കോബാറിലെ പ്രധാന കൊടുമുടി സാഡിൽ കൊടുമുടി. ആൻഡമാൻ നിക്കോബാറിലെ പ്രധാന കൊടുമുടി എന്താണ്? സാഡിൽ കൊടുമുടി അല്ലേ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? മിഡിൽ ആൻഡമാൻ എന്ന് പറയും. ചെറുത് ഏതായിരുന്നു? റോസ് ദ്വീപ് അല്ലേ. വലുതെന്ന് പറയുമ്പോൾ ഏത് പറയും? മിഡിൽ ആൻഡമാൻ എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് ഏതാണ്? എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹണിമൂൺ ദ്വീപ് അല്ലെങ്കിൽ ചിൽക്ക തടാകത്തിൽ ഹണിമൂൺ ദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് ഏതാണ്? ഹണിമൂൺ ദ്വീപ് ചിൽക്ക തടാകത്തിലാണ് അല്ലേ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാണുന്നത് എവിടെയാണ്? ചിൽക്കയിലാണ്. ചിൽക്ക എവിടെയാണ് കാണുന്നത്? ചിൽക്ക തടാകം എവിടെയാണ് കാണുക? ഒഡീഷയിലാണ്. അതുപോലെ എലിഫൻ്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്ര. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? ഇത് പണ്ടൊരു ഭയങ്കര ക്വസ്റ്റ്യൻ ആയിരുന്നു. നദീജന്യ ദ്വീപ് ഏതാണ്? മജുലി. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? മജുലി അല്ലേ. അപ്പോൾ മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജുലി, അത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര അല്ലേ. സംസ്ഥാനം ഏതാണ് ഇനി? അസം അല്ലേ. മജുലി എവിടെയാണ്? ബ്രഹ്മപുത്ര. അതുപോലെ അസം ഓർത്തിരിക്കുക. മജുലി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ്, ബ്രഹ്മപുത്ര നദിയിൽ കാണപ്പെടുന്നു. അതുപോലെ എന്താണ്? അസം സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അസം സ്റ്റേറ്റാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണ്? വീലർ ദ്വീപാണ് അല്ലേ. അത് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുക. ഓക്കെ, ഇപ്പോൾ അത് അബ്ദുൽ കലാം ദ്വീപ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ
ഉപരിതല മിസൈൽ ടെസ്റ്റ് ഫയറിംഗ് ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വീലർ ദ്വീപ് തന്നെയാണ് ഉപരിതല മിസൈൽ ടെസ്റ്റ് ഫയറിംഗ് ദ്വീപ്. ഇന്ത്യയിലെ ഉപരിതല മിസൈൽ ടെസ്റ്റ് ഫയറിംഗ് ദ്വീപ് എന്താണ്? വീലർ ദ്വീപാണ്. വീലർ ദ്വീപാണ്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, അതിന് മുമ്പ് പവിഴപ്പുറ്റുകളെക്കുറിച്ച് പറയാം. പവിഴപ്പുറ്റുകൾ ശരിക്കും എന്തായാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ? ഏറ്റവും പ്രസിദ്ധമായ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ് എന്ന് പറഞ്ഞില്ലേ? ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളുടെ കാൽസ്യം സ്രവം അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്നതാണെന്ത്? പവിഴപ്പുറ്റുകൾ. ഓക്കെ അല്ലേ? ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളുടെ കോറൽ പോളിപ്പുകൾ എന്നിവയുടെ ചെറു സമുദ്രജീവികളുടെ കാൽസ്യം സ്രവം അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്നതാണെന്ത്? പവിഴപ്പുറ്റുകൾ. അപ്പോൾ കോറൽ പോളിപ്പുകൾ ഓർത്തിരിക്കുക. കാൽസ്യം സ്രവം എന്തിന്? പവിഴപ്പുറ്റുകൾക്ക്. അങ്ങനെ പവിഴപ്പുറ്റുകൾക്ക് മേൽ രൂപപ്പെടുന്ന ദ്വീപുകളാണെന്ത്? പവിഴ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താ പറയുക? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദികളെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗയാണ് അല്ലേ? നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ അങ്ങോട്ടും പോകാൻ ഒക്കത്തില്ല. ഇനി അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ് അല്ലേ? ഉപദ്വീപി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി അല്ലേ? വളരെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, വളരെ ഉപദ്വീപി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി അല്ലേ? എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇവിടെയുണ്ട്, പകുതിയുണ്ട് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി എന്താണ്? ഗോദാവരിയാണ് രണ്ടാമത്തെ നദി അല്ലേ? അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഇന്ത്യയിലെ നീളത്തിൽ രണ്ടാമത്തെ നദി ഏതാണ്? ഗോദാവരി. ഓക്കെ അല്ലേ? ഇനി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? ആരാണത്? സിന്ധുവാണ്. ഇനി പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു ഉണ്ട് അല്ലേ? ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്. ഒരു മൂന്നുമാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ അല്ലേ? അതിൽ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദിയാണ്. സിന്ധുവിൻ്റെ പോഷക നദികൾ ആരൊക്കെയാണ്? ഝലം, ഈ ചായ അല്ല. ഓക്കെ അല്ലേ? നമ്മുടെ ഇതാണ് കിട്ടാത്തതുകൊണ്ടാണ് എഴുതാഞ്ഞത്. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇവിടെയുണ്ട് മിസ്റ്റേക്ക്, സത്ലജ്. ഓക്കെ അല്ലേ? സത്ലജ്. അപ്പോൾ ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണെന്ത്? സിന്ധുവിൻ്റെ പോഷകനദികൾ. പഞ്ചനദികൾ ചേർന്നാണ് അല്ലേ സിന്ധുവിൻ്റെ പോഷകനദികൾ ഇതൊക്കെയാണ്. ഇനി പഞ്ചനദികളുടെ നാടെന്ന് പറഞ്ഞാൽ ആരാണ്? പഞ്ചാബാണ്. അറിയാമല്ലോ, പഞ്ചാബാണ്. ഏറ്റവും തെക്ക് ഭാഗത്തുള്ള സിന്ധുവിൻ്റെ പോഷകനദി ഏതാണ്? തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ആരാണ്? സിന്ധുവിൻ്റെ പോഷകനദി ഏറ്റവും തെക്ക് ഭാഗത്ത് സത്ലജാണ്. ഓക്കെ. ഇനി സിന്ധു നദിയുടെ പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന പോഷകനദി ഏതാണ്? സിന്ധുവിന് പോഷകനദികളുണ്ട്. ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയുണ്ടല്ലോ. ഇതിൽ ഇന്ത്യയിലൂടെ പൂർണ്ണമായും ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷകനദി ആരാണ്? ബിയാസ്. ഓക്കെ അല്ലേ? ഇന്ത്യയിലൂടെ പൂർണ്ണമായും ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷകനദി ആരാണ്? ബിയാസാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. അപ്പോൾ സിന്ധു നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നറിയാമോ? എവിടുന്നാണ്? ബോഗാർ ചു ഗ്ലേസിയർ അല്ലെങ്കിൽ മാനസ സരോവർ എന്ന് പറയും. മാനസ സരോവർ അല്ലേ? വേറൊരു പേരെന്താ പറയുന്നത്? ബോഗാർ ചു ഗ്ലേസിയർ സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനമാണ് അല്ലേ? സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം എന്താണ്? ബോഗാർ ചു ഗ്ലേസിയർ അല്ലെങ്കിൽ മാനസ സരോവർ അല്ലേ? ബോഗാർ ചു ഗ്ലേസിയർ അല്ലെങ്കിൽ മാനസ സരോവർ ആണല്ലോ. പിന്നെ വേറൊരു വിശേഷണം എന്താ പറയുക? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ആരാണ്? സിന്ധുവാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധുവാണ്. പടിഞ്ഞാറോട്ട് മാത്രമേ പോകുള്ളൂ അല്ലേ? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ആരാണ്? സിന്ധുവാണ്. ഓക്കെ അല്ലേ?
സിന്ധുവിനെക്കുറിച്ച് വേറെ ഇനി പറയാനുണ്ട്. അതായത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധുവാണ്, പാകിസ്ഥാൻ്റെ ജീവരേഖ സിന്ധുവാണ്, പാകിസ്ഥാൻ്റെ ദേശീയ നദിയും സിന്ധുവാണ്. പാകിസ്ഥാൻ ആയതുകൊണ്ട് നമ്മളോട് വർണ്ണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അല്ലേ? അപ്പം സിന്ധുവിനെക്കുറിച്ചാണ് ഇപ്പോൾ ജലം നദി കേട്ടോ. സിന്ധുവിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ സിന്ധു പറയുമ്പോൾ പാകിസ്ഥാൻ്റെ ഒരു സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് അല്ലേ സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം അതാണ് ലഡാക്കാണ് അല്ലേ? അപ്പോൾ സിന്ധു നദി ചുറ്റൊഴിപ്പോൾ ഒരു പട്ടണമുണ്ട്. ഏതാണ്? ലേ എന്ന പട്ടണമാണ്. ഒരു കരാറുണ്ടത്. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? സിന്ധു നദീജല കരാറുണ്ടോ? ആരൊക്കെ ഒപ്പുവെച്ചു? ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചു അല്ലേ? മധ്യസ്ഥത വഹിക്കുന്ന ആരാണ്? ലോകബാങ്കാണ്. അതുപോലെ കാശ്മീരിലെ ഊളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ്? ഝലമാണ്. നമുക്ക് ഝലം നദിയെക്കുറിച്ച് പഠിക്കാം അല്ലേ? അപ്പോൾ കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഝലമാണ്. ഇനി അതുപോലെ ബാഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബാഗ്ലിഹാർ ഡാം ചിനാബ്. ബാഗ്ലിഹാർ ഡാം ഏതാണ്? ചിനാബാണ്. അതുപോലെ പോങ് ഡാം ബിയാസിലാണുള്ളത്. ഇതൊക്കെ അതിൻ്റെ പോഷക നദികളല്ലേ? പോങ് ഡാം എന്താണ്? ബിയാസിലുള്ളത്. അത്രയും മതിയാവും. ഇനി ഗംഗാ നദിയെ ബംഗ്ലാദേശിൽ വിളിക്കുന്ന പേരെന്താണ്? പത്മ എന്നാണ് അല്ലേ? നമുക്ക് അറിയാവുന്നതാണ്. പത്മ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി എന്താണ്? ഗംഗയാണല്ലോ. ഇന്ത്യയുടെ ദേശീയ നദി എന്താണ്? ഗംഗ. ഗംഗയെ ദേശീയ നദിയെ പ്രഖ്യാപിച്ചത് എന്നാണ്? 2000 അല്ലേ? ദേശീയ നദി ഗംഗയാണ്. പ്രഖ്യാപിക്കുന്നത് എന്നാണ്? 2008 നവംബർ 4 ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിക്കുക അല്ലേ? ഗംഗയെ ദേശീയ നദി പ്രഖ്യാപിക്കുന്നത് എന്നാണ്? 2008 നവംബർ 4 പ്രഖ്യാപിക്കുക. ഓക്കെ. ഇനി ഗംഗയുടെ ഉത്ഭവസ്ഥാനം എന്താണ്? ഗംഗോത്രി ഗ്ലേസിയറിലെ ഗായ്മുഖ് ഗുഹ അല്ലേ? ഗംഗോത്രി നമുക്കറിയാം. ഗായ്മുഖ് ഗുഹ ഗംഗോത്രി ഗ്ലേസിയറാണ് ഗായ്മുഖ് ഗുഹ. അപ്പോൾ തിരിച്ചു നോക്കട്ടെ. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ബോഗാർചു ഗ്ലേസിയർ. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗായ്മുഖ് ഗുഹ അല്ലേ? അവിടെ ഉണ്ടെന്ത്? ഗ്ലേസിയർ ഉണ്ട്. ഗംഗോത്രി ഗ്ലേസിയർ, ഗായ്മുഖ് ഗുഹ. ഓക്കെ. അത് ഉത്ഭവസ്ഥാനത്തിന് അവിടെ വെച്ച് ഗംഗയ്ക്ക് പറഞ്ഞൊരു പേരുണ്ട്. അതൊരു ഭഗീരഥി എന്നൊക്കെ പറയും അല്ലേ? ഭഗീരഥി എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ബംഗ്ലാദേശിൽ വിളിക്കുന്ന പേരെന്തായിരുന്നു? ഗംഗയെ പത്മ എന്ന് വിളിക്കും അല്ലേ? ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേരെന്താണ്? സാങ്പോ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇപ്പോൾ നോക്കാം. 12 വർഷത്തിൽ ഒരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലം എന്താണ്? എവിടെയാണ്? അലഹബാദ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുനയാണ്. സർക്കിട്ട് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുനയാണ്. യമുനയുടെ പോഷക നദികൾ ആരൊക്കെയാണ്? ചമ്പൽ, കെൻ, ടോൺസ്, ബാത്വേ. ടോൺസ് ടോൺസ്, ബാത്വേ. യമുന നദിയുടെ പോഷക നദികളാണ് ചമ്പൽ, കെൻ, ടോൺസ്, ബാത്വേ. ഗംഗയുടെ പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഗംഗയുടെ പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ അല്ലേ? ഇനി ത്രിവേണി സംഗമം എന്താണ്? ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിവേണി സംഗമം. ത്രിവേണി 3 അല്ലേ? ആരൊക്കെയാ ത്രിവേണി സംഗമത്തിൽ വരിക? ഗംഗ, യമുന, അതുപോലെ ആരും കൂടി കാണും? സരസ്വതി അല്ലേ? ഈ സരസ്വതി ഭൂമിക്കടിയിൽ കൂടെ ഒഴുകി പോവുക സരസ്വതി. ഇത് 3 കൂടി ചേരുന്നതാണെന്ത്? ത്രിവേണി സംഗമം എന്ന് പറയും അല്ലേ? അപ്പോൾ 12 വർഷത്തിൽ ഒരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലം എവിടെയാണ്? അലഹബാദാണ്. ഓക്കെ അല്ലേ? ഒരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി ഏതാണ്? ഗംഗയാണ് ഇല്ലേ? ഇനി നോക്കട്ടെ. ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഓക്കെ. അപ്പോൾ ഗംഗയെ ഓർക്കുമ്പോൾ എന്താണ്? പോഷക നദി കൂടുതലുണ്ട് അല്ലേ? ഉത്തർപ്രദേശിൽ കൂടെ കൂടുതൽ ദൂരം ഒഴുകുന്നൊക്കെ പറയാം അല്ലേ? അതിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ആരാണ്? ഒരുപാട് പോഷക നദി ഉണ്ട് ഗംഗയ്ക്ക് അല്ലേ? അതുപോലെ ഏറ്റവും വലുത് ഏതാണ്? യമുനയാണ്. അറിയാമല്ലോ. യമുനയുടെ പോഷക നദി ആരൊക്കെയാണ്? പറഞ്ഞില്ലേ? ചമ്പൽ, കെൻ, ടോൺസ്, ബേത്വേ. നമ്മുടെ താജ്മഹൽ എവിടെയാണ് കാണുന്നത്? സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? യമുന. അതും ചോദിച്ചിട്ടുണ്ട്. പണ്ടെന്നോ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് ഗംഗയുടെ പതനസ്ഥാനം പറഞ്ഞില്ല. ഏതായിരുന്നു പറഞ്ഞത്? ബംഗാൾ ഉൾക്കടൽ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇനി കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദീതീരം. കൊൽക്കത്ത അല്ലേ, ഹൂഗ്ലിയാണ്. ഹൂഗ്ലിയെക്കുറിച്ച് വേറെ നമുക്ക് എന്ത് പറയാം? ഹൂഗ്ലിയെക്കുറിച്ച് വേറെ എന്ത് പറയാം? പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഗംഗയുടെ കൈവഴിയാണ് ഹൂഗ്ലി. പശ്ചിമ ബംഗാൾ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി അല്ല, ഗംഗയുടെ കൈവഴിയാണ് ആര്? ഹൂഗ്ലി എന്ന് പറയാം. പശ്ചിമ ബംഗാൾ ഒഴുകുന്ന ഗംഗയുടെ കൈവഴിയാണ് ഹൂഗ്ലി നദി. ഓക്കെ, കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദിയുടെ ബന്ധാണ് ഹൂഗ്ലിയാണ് അല്ലേ. അപ്പോൾ ഇത് അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? അമരാവതിയാണ്. അതുപോലെ കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? മന്ദാകിനിയാണ്. ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? അളകനന്ദിയാണ്. എല്ലാം അവിടെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് കരുതിയാണ് ഷോർട്ട് ഫോം. അമർനാഥ് എവിടെ സ്ഥിതി ചെയ്യുന്നു? അമരാവതി തീരത്ത് അല്ലേ. നദീതീരം ഏതാണ്? അമരാവതിയാണ്. കേദാർനാഥോ മന്ദാകിനിയാണ്. ബദ്രിനാഥോ അളകനന്ദ അല്ലേ. അത് നമുക്ക് ഓർമ്മയുണ്ടോ? സിനിമ കണ്ട ഓർമ്മയൊക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ. അപ്പോൾ കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹൂഗ്ലിയാണ്. ഇനി ഒരു വേലിയേറ്റ നദിക്ക് ഉദാഹരണം ആരാണ്? ഹൂഗ്ലിയാണ്. വേലിയേറ്റ നദിക്ക് ഉദാഹരണം ചോദിച്ചാൽ ആരെ എഴുതാം? ഹൂഗ്ലിയെ എഴുതാം. ഓക്കെ അല്ലേ. ആണോ? കൊൽക്കത്ത ഓർത്താൽ ഹൂഗ്ലി തീർത്ഥ സ്ഥിതി നമുക്ക് ഓർക്കാൻ പറ്റും അല്ലേ. ഇനി വേലിയേറ്റ നദിക്ക് ഉദാഹരണം ആരാണ്? ഹൂഗ്ലിയാണ്. ഇനി ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദി ആരാണ്? ദാമോദരനാണ് അല്ലേ. ദാമോദറാണ് ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദി. ആരാണ്? ദാമോദറാണ് കേട്ടോ. പോഷക നദി ആരാണ്? ദാമോദറാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നത് ഇനി ബ്രഹ്മപുത്രയെക്കുറിച്ച് ഞാനധികം ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, നോക്കട്ടില്ല. അടുത്തത് ഈ ബ്രഹ്മപുത്ര എന്ന് പറയുമ്പോഴത്തേക്കിന് 2-3 സെൻറ്റൻസ് പറയാം അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്താണ്? ഇനി പോട്ടെ, ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ചെമായുങ് ഹിമാലയ എന്നൊക്കെ പറയും കേട്ടോ. ഏറ്റവും ഹിമാലയ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ആരാണ്? മലിനീകരണം കുറഞ്ഞ നദി ബ്രഹ്മപുത്രയാണ്. മലിനീകരണം കുറഞ്ഞത് ബ്രഹ്മപുത്രയ്ക്കാണ്. മലിനീകരണം കുറഞ്ഞ ആർക്കാണ്? ബ്രഹ്മപുത്രയ്ക്കാണ് അല്ലേ. അതിന് പ്രധാന പോഷക നദി ആരൊക്കെയാണ്? ടീസ്റ്റ, ലോഹിത്, അതുപോലെ മാനസ്, അതുപോലെ സുബൻസിരി. സുബൻസിരി ചോദിച്ചിട്ടുള്ളതാണ്. മലിനീകരണം കുറഞ്ഞ നദി ഹിമാലയൻ നദികളിൽ മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. അതുപോലെ പോഷക നദി ഏതൊക്കെയാണ്? ടീസ്റ്റ, ലോഹിത്, മാനസ്, സുബൻസിരി എന്നിവയാണ്. ഓക്കെ അല്ലേ. ഇനി ഏറ്റവും വേഗത്തിൽ ഓടുന്ന നദി ഏതാണ് ഇന്ത്യയിൽ? നമുക്കറിയാമല്ലോ, അത് ടീസ്റ്റയാണ് അല്ലേ. ഏറ്റവും വേഗത്തിൽ ഓടുന്ന നദി ഏതാണ്? ടീസ്റ്റയാണ്. ഇനി എന്താ? പതനസ്ഥാനം ബ്രഹ്മപുത്രയുടെ ഇവിടെ തന്നെയാണ്, ബംഗാൾ ഉൾക്കടലിൽ തന്നെ അല്ലേ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? അറിയാം, സുന്ദർബൻ ഡെൽറ്റ അല്ലേ. സുന്ദർബൻ ഡെൽറ്റയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ സുന്ദർബൻ ഡെൽറ്റ രൂപീകരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റ ആണ്. സുന്ദർബൻ ഡെൽറ്റ രൂപീകരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഗംഗയും ബ്രഹ്മപുത്രയും കൂടിയാണ്. ഗംഗയും ബ്രഹ്മപുത്രയും കൂടിയാണ് വെക്കുക. ഓക്കെ അല്ലേ. ഇനി സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അറിയാവുന്നതാണ്, പശ്ചിമ ബംഗാൾ. അറിയാവുന്ന അല്ലേ, പശ്ചിമ ബംഗാളാണ്. ഓക്കെ അല്ലേ, പശ്ചിമ ബംഗാളാണ്. ഇനി ഒരെണ്ണം കൊണ്ട് എപ്പോഴും പഠിക്കുക, നാദിയ ദുബ്രി ഒരു നാഷണൽ വാട്ടർവേ ഇല്ലേ അല്ലേ, വാട്ടർവേ 2 എന്നൊക്കെ പറയുന്നത്. അതെവിടെയുള്ളത്? ബ്രഹ്മപുത്രയിലാണ് കാണപ്പെടുന്നത്. നാദിയ ദുബ്രി നാഷണൽ വാട്ടർവേ നമ്പർ 2 ഏതാണ്? ബ്രഹ്മപുത്രയിൽ കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇനി. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം, നദിക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം ധോള സാദിയ പാലം. ധോള സാദിയ പാലം അല്ലേ. ധോള സാദിയ പാലം. സാദിയ ദുബ്രി, ധോള സാദിയ പാലം. അതാ കണക്ഷൻ വന്നത്. സാദിയ ദുബ്രി വാട്ടർവേ എന്ന് പറയുമ്പോൾ ബ്രഹ്മപുത്ര സ്ഥിതി ചെയ്യുന്നു. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം ധോള സാദിയ പാലം. അത് പഠിക്കാതെ പോയാൽ നഷ്ടമാണ്. ധോള സാദിയ പാലം ഏറ്റവും വലിയ, നദിക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമാണ്. അത് ചോദിച്ചിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ ആരാണ്? മഹാത്മാഗാന്ധി സേതു. ഫസ്റ്റ് ധോള സാദിയ പാലം, സെക്കൻഡ് മഹാത്മാഗാന്ധി സേതു. ഓക്കെ അല്ലേ. ഇനി വരുന്നത് എന്താണ്?
ഉപദ്വീപീൻ നദികളെക്കുറിച്ചാണ് പറയുക. ഉപദ്വീപീൻ നദികളിൽ ഏറ്റവും വലിയ നദി ആരാണ്? ഗോദാവരിയാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി രണ്ടാമത്തെ നദി ഏതാണ്? ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യൻ നദികളിൽ വലുപ്പത്തിലും നീളത്തിലും ഒന്നാം സ്ഥാനത്തുള്ള നദി ഏതാണ്? ഗോദാവരിയാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരികയാണ് ഗോദാവരി നദിയുടെ പോഷകനദി ആരൊക്കെയാണ്? പെൻഗംഗ, ഇന്ദ്രാവതി, വർദ്ധ, പൂർണ്ണ. പെൻഗംഗ, ഇന്ദ്രാവതി, വർദ്ധ, പൂർണ്ണ എന്നിവയാണ് അല്ലേ. ഇനി ഉപദ്വീപീൻ നദികളിൽ ഏറ്റവും വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ആർക്കാണ് ഉള്ളത്? കൃഷ്ണയ്ക്കാണ്. ആർക്കാണ് ഉള്ളത്? കൃഷ്ണയ്ക്കാണ് ഉള്ളത്. രണ്ടാം സ്ഥാനം ആർക്കാണ് ഉള്ളത്? കൃഷ്ണയ്ക്കാണ് ഉള്ളത്. രണ്ടാം സ്ഥാനം. ഇനി അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൃഷ്ണ നദിയാണ്. ഇന്ത്യയിൽ ആദ്യമേ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി ഏതാണ്? കാവേരി നദിയാണ്. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ആരാണ്? ശിവസമുദ്രം പദ്ധതി. കാവേരിയാണ്. ശിവസമുദ്രം പദ്ധതി കാവേരി നദിയിൽ അല്ലേ. ശിവസമുദ്രം പദ്ധതി എവിടെയാണ്? കാവേരി നദിയിലാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യം അണക്കെട്ട് നിർമ്മിച്ചത് എവിടെയാണ്? കാവേരി നദിയിലാണ് അല്ലേ. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പദ്ധതിക്ക് പറഞ്ഞ പേരെന്താണ്? ശിവസമുദ്രം പദ്ധതി. അത് കാവേരിയിലാണ്. ഇനി ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന ആരാണ്? അറിയാം അല്ലേ. മഹാനദി. അപ്പോൾ നമ്മുടെ ഈ ഗോദാവരിയും കൃഷ്ണ, കാവേരി, മഹാനദി നദികളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടല അല്ലേ. ബ്രഹ്മപുത്ര ബംഗാൾ ഉൾക്കടൽ പഠിച്ചു കഴിഞ്ഞു. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദിക്ക് ബംഗാൾ ഉൾക്കടൽ പതിക്കുന്നു. പോട്ടെ. ഒഡീഷയുടെ ദുഃഖം മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്താണ്? മഹാനദിയാണ് അല്ലേ. ഈ മഹാനദിയുടെ ഏറ്റവും വലിയ പോഷകനദി ആരാണ്? ഷിയോനാഥ്. ഏറ്റവും വലിയ പോഷകനദി എന്താണ്? ഷിയോനാഥ് ആണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ആരാണ്? ഷിയോനാഥ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ആരാണ്? ഷിയോനാഥ്. സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ആരാണ്? ഷിയോനാഥാണ്. അതുപോലെ ഇന്ത്യയുടെ മരുഭൂമിയിൽ ഒഴുകുന്ന നദി ആരാണ്? ലൂണി നദി അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ആരാണ്? ലൂണി നദിയാണ്. ഉപദ്വീപീൻ നദികളിൽ പടിഞ്ഞാറൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദ. വളരെ ഇമ്പോർട്ടൻ്റ്. നർമ്മദ. ഇനി സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദി ഏതാണ്? നർമ്മദയാണ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച നർമ്മദ നദി സംരക്ഷണ പദ്ധതി എന്താണ്? നർമ്മദ സേവാ മിഷൻ എന്നാണ് പറയപ്പെടുക. കേന്ദ്ര സർക്കാർ ആരംഭിച്ച നർമ്മദ നദി സംരക്ഷണ പദ്ധതി എന്താണ്? നർമ്മദ സേവാ മിഷൻ എന്നറിയപ്പെടുന്നു. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം എന്താണ്? സർദാർ സരോവർ ഡാം. കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം അല്ലേ. സർദാർ സരോവർ ഡാം. കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം, സർദാർ സരോവർ ഡാം. ഇനി ഈ സർദാർ സരോവർ ഡാം ഉദ്ഘാടനം ചെയ്ത ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോൺക്രീറ്റ് ഡാം ഏത് തന്നെയാണ്? സർദാർ സരോവർ ഡാമാണ്. ഇനി സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന എന്താണ്? അറിയാമല്ലോ. നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇനി നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മേധാ പട്കർ. ഓക്കെ അല്ലേ. ഇനി ഗോദാവരി, നർമ്മദ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ആരാണ്? താപ്തി അല്ലേ. താപ്തിയുടെ തീരം സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ നഗരം എന്താണ്? സൂററ്റ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ, ഒന്നും എടുത്തിട്ട്. സൂററ്റ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്താണ്? ലവണ തടാകമായ ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്താണ്? ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകം അല്ലേ. ലവണ തടാകമാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം തന്നെ വൂളാർ. ശുദ്ധജല തടാകം വൂളാർ. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു. അപ്പോൾ 3 തടാകത്തെക്കുറിച്ചാണ് പഠിച്ചത്. 3 തടാകം ഏതൊക്കെയാണ്? ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്താണ്? ചിൽക്ക തടാകം, ഒഡീഷയിൽ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്താണ്? വൂളാർ. ശുദ്ധജലം ഏറ്റവും വലുത് അല്ലേ. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലേരു. ഏതാണ്? കൊല്ലേരു. ഓക്കെ അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളാർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലേരു തടാകം. ഇനി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്നത് ഇവിടെയാണ്, ലോക്താക് തടാകത്തിലാണ്. ഓക്കെ.
ഇനി വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്താക്കാണ്. മണിപ്പൂർ ജില്ലയിൽ, മണിപ്പൂർ സംസ്ഥാനത്ത്. മനസ്സിലായല്ലോ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്താണ്? ലോക്താക് തടാകം. അവിടെയാണ് എന്തുള്ളത്? വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് ഉള്ളത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്താക്കാണ്. മണിപ്പൂരിലാണ് കാണുന്നത്, മണിപ്പൂർ സംസ്ഥാനം അല്ലേ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ലോക്താക് തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ലോക്താക് തടാകം, മണിപ്പൂർ ജില്ല, മണിപ്പൂർ സംസ്ഥാനം. ഓക്കെ. ഇനി അതുപോലെ ഉൽക്കാപതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് ലോണാർ എന്ന് പറയും. ലോണാർ ഉൽക്ക പതിക്കുമല്ലോ, അതിൻ്റെ ഫലമായി ഉണ്ടായതാണ് ലോണാർ തടാകം. മഹാരാഷ്ട്രയിലാണ് ലോണാർ തടാകം, മഹാരാഷ്ട്രയിലാണ്. ഇനി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? നാഗാർജുന സാഗർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? നാഗാർജുന സാഗറാണ്. ഇനി ഹിമാചൽ പ്രദേശിലൊരു തടാകമുണ്ട്. ആരാണ്? രേണുകയാണ്. ഹിമാചലിൽ കാണുന്ന ആരാണ്? രേണുക. ഹിമാചലിൽ ആര് കാണുന്നുണ്ട്? രേണുക കാണുന്നുണ്ട്. ഇനി പുലിക്കെട്ട് തടാകം ഇവിടെ കാണുന്നു. ആന്ധ്രാപ്രദേശ്. എവിടെയാണ് പുലിക്കെട്ട് തടാകം? ഇവിടെ കാണുന്നു, ആന്ധ്രാപ്രദേശ്. അതുപോലെ ഹണിമൂൺ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചിൽക്കയിലാണ്. ഹണിമൂൺ ബ്രേക്ക്ഫാസ്റ്റ് ചിൽക്ക തടാകത്തിൽ. പുലിക്കെട്ട് തടാകം ആന്ധ്രാപ്രദേശിൽ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? നാഗാർജുന സാഗർ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്താണ്? കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം. 455 മീറ്റർ ഉണ്ട് അല്ലേ. 1593 ഫീറ്റ് എന്ന് പറയും. 1593 ഫീറ്റ് ഉണ്ടല്ലെങ്കിൽ. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ജോഗ് വെള്ളച്ചാട്ടം അല്ലേ. എവിടെ കാണുന്നത്? ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദി അല്ലേ. ജർസപ്പ എന്നും പറയാറുണ്ട് ജോഗ് വെള്ളച്ചാട്ടത്തിന്. ജോഗ് വെള്ളച്ചാട്ടം കാണപ്പെടുന്ന നദി ഏതാണ്? ശരാവതി നദി അല്ലേ. ഇനി വേറൊരു പേരെന്തുണ്ട്? ജർസപ്പ എന്നും ജോഗ് വെള്ളച്ചാട്ടം പറയാറുണ്ട് അല്ലേ. ഇന്ത്യയിലെ നയാഗ്ര ഏതാണ്? ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ നയാഗ്ര അല്ലേ, ഒന്ന് പഠിക്കണം. ഏതാണ്? ഹൊഗനക്കൽ വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ നയാഗ്ര. ഇനി കേരളത്തിലെ നയാഗ്ര ഏതാണ്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ആതിരപ്പള്ളിയാണ് അല്ലേ. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന ആരെയാണ്? കുറ്റാലത്തെയാണ് പറയുക. ദക്ഷിണേന്ത്യയിലെ സ്പാ കുറ്റാലം. ദക്ഷിണേന്ത്യയിലെ സ്പായാണ് ആര്? കുറ്റാലം. അല്ലേ. കേരളത്തിലെ നയാഗ്ര ആതിരപ്പള്ളി, ഇന്ത്യയിലെ നയാഗ്ര ഹൊഗനക്കൽ വെള്ളച്ചാട്ടം അല്ലേ. ഈ ഹൊഗനക്കൽ സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ്? കാവേരിയിലാണ്. എവിടെയാണ്? കാവേരിയിലാണ്. ഹൊഗനക്കൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരിയിലാണ്. ഓക്കെ അല്ലേ. ചിത്രക്കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കങ്കർവാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നതാണ്. കങ്കർവാലി ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ത്? കങ്കർവാലി ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം. ഈ പേര് ഞാൻ പല പ്രാവശ്യം കേട്ടു. ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം ഓക്കെ അല്ലേ. ഇനി വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്താണ്? വെള്ളച്ചാട്ടങ്ങളുടെ നഗരം ആരാണ്? റാഞ്ചിയാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്ന് പറഞ്ഞാൽ. അതുപോലെ ദുദുമ വെള്ളച്ചാട്ടം ഇവിടെ കാണുന്നു, ഒഡീഷയിലാണ്. ദുദുമ ഒഡീഷയിൽ ഓർക്കുക അല്ലേ. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം റാഞ്ചി, ദുദുമ എന്താണ്? ഒഡീഷ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ആരാണ്? ചൊലാമോ തടാകം, സിക്കിമിലാണ്. ഇതാണ് ചൊലാമോ തടാകം, സിക്കിമിലാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. വാച്ച് അഗെയിൻ next class. This is the class number 2, notes number 2. Okay, thank you.